ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന വീഡിയോയുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചെന്ന് ഇവന്റെ അടുക്ക ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന്. അപ്പൊ ഈ റിച്ചു പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാഗത്താണ് മുഴുവൻ തെറ്റ്. ഇവൻ നല്ല രീതിക്ക് ഇവനെ വെളുപ്പിക്കുന്നുണ്ട്, അതൊക്കെ. പിന്നെ രണ്ട് തെളിവും കാണിക്കുന്നുണ്ട്. ഒന്ന് പോലീസ് സ്റ്റേഷനിൽ എഴുതോ ഒപ്പിട്ട് വെച്ചെടുത്ത് പോകുന്നതിന്റേതും, പിന്നെ അവന്റെ കയ്യിലൊരു വീഡിയോ. ഇത് രണ്ടും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷനിലോട്ട് ഇവര് പോകുന്നതിന് മുമ്പ്, അതായത് ഈ റിച്ചുവിന്റെ അമ്മ ശുഭ എന്നെ നല്ല രീതിക്ക് രാവിലെയാണ് എന്നെ ഇവര് നല്ല രീതിക്ക് ഉപദ്രവിക്കുന്നത്. നല്ല രീതിക്ക് നന്നായിട്ട് ഉപദ്രവിച്ചു. ആ ഉപദ്രവിച്ചത് കൂടാതെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പോലും അറിയാതെ മകൻ പറഞ്ഞു വിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാർ വിളിക്കുമ്പോഴാണ് ഞാൻ ഇതറിയുന്നത്. അപ്പൊ ഞാൻ റിച്ചുവിന്റെ അടുത്ത് പറഞ്ഞു, റിച്ചു ഞാൻ വരുന്നില്ല, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരില്ല, ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പോലീസുകാർ വിളിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ചെല്ലുകയും ചെയ്യണം, എനിക്ക് പോകാതിരിക്കാനും പറ്റില്ല. അപ്പം ആ സമയത്ത് ആരുമില്ലാത്തൊരവസ്ഥ, എന്ത് ചെയ്യണമെന്ന് പറ്റാത്ത അവസ്ഥ, ഞാൻ അവിടെ കരഞ്ഞു നിന്നാണ് ഒപ്പിട്ടത്. അതവിടെയുള്ള പോലീസുകാരും കണ്ടതാണ്. അതിനുശേഷം ഞാൻ പോന്നു കഴിഞ്ഞതിന് ശേഷം എന്റെ പ്രൂഫും കാര്യങ്ങളും അടക്കം അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും തരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ട് ഞാൻ പറയുന്നത് പോലെല്ലാം മറുപടി പറയണം എന്ന് പറഞ്ഞ് എടുപ്പിച്ച വീഡിയോ ആണ്. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. എന്നിട്ടെടുത്ത വീഡിയോ ആണ് ഇവൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ. പിന്നെ ഇവന്റെ തന്നെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഇവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഇവനും ഇവന്റെ ഫാമിലിക്കും നല്ല പാർട്ടിയിൽ ഇവന് നല്ല ഹോൾഡ് ഉള്ളതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതെനിക്ക് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചെന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. കാരണം രാവിലെ ഇവന്റെ അമ്മ പോയി അതുപോലെ ഒരു ഇതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിയിൽ നല്ല ഹോൾഡും കാര്യങ്ങളും ഒക്കെ വേണം. അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പെണ്ണിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരുന്നത്. പിന്നെ എന്നിട്ട് എന്താ ചെയ്യാ, അങ്ങനെ പിന്നെ ഇവൻ തന്നെ ഇവന്റെ ആ കൂടെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ പല ആൾക്കാരുമായിട്ട് പോയ കാര്യങ്ങളും പലതും, അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും എനിക്കൊരു എന്താ പറയാ, വെളുപ്പിക്കണം മോനെ, പക്ഷെ എത്രയ്ക്കധികം ഇട്ട് വെളുപ്പിക്കരുത്. ഇതൊക്കെ കുറച്ച് ഓവറാണ്. ഞാൻ എന്നെ പോലെ പല ആൾക്കാരും പുറത്തിറങ്ങി സംസാരിക്കാൻ തുടങ്ങിയാൽ നിന്റെ വായടച്ച് നീ ഒതുങ്ങി